കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അച്ഛനെ കാറിനുള്ളിൽ നിന്ന് പിടിച്ചിറക്കുവാണ് ഇന്ദ്രന്. അച്ഛന്റെ മുഖമൊക്കെ അങ്ങോട്ട് ഭയന്ന് വരച്ചിരിക്കുവാണ്. ഏത് നിമിഷം സംഭവിക്കാം. അത് കണ്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു, മോള് പേടിക്കണ്ട കേട്ടോ, ഞാൻ മോളെ രക്ഷിക്കുവേ, ഞാൻ മോളെ ഉപദ്രവിക്കാൻ വന്നല്ലെന്ന് പറയും. പക്ഷെ എന്നാലും അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. മോൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ആ സേതുമാധവൻ ഉണ്ടല്ലോ, അതായത് മോളുടെ വലിയേട്ടൻ, എന്റെ ഫ്രണ്ടാ. ഇനി മോൾക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ വീഡിയോ കോൾ വിളിച്ച് മോളെ കാണിച്ചു തരാന്ന് പറയണം. ഞങ്ങള് തമ്മിലെ തിക്ക് ഫ്രണ്ട്സാ, മോൾക്ക് അറിയത്തില്ലാത്തോണ്ടാ. ഒരു പാത്രത്തിലുണ്ട് ഒരു പായ കിടന്ന് വളർന്നാന്ന് പറയണം. ഇത് കേട്ടത് അച്ചു പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ടില്ലോ എന്ന് പറയാം. ഓ അതോ, ഞാൻ കുറച്ചാൾ പുറത്തായിരുന്നു, അതുകൊണ്ടാ കാണായിരുന്നേന്ന് പറയണം. പിന്നീട് സേതുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇന്ദ്രന്. ആ സമയത്ത് സേതുവിന്റെ പല്ലവി അവൻ ഇന്ദ്രൻ വിളിക്കുന്നുണ്ടെന്ന് പറയണം. കോൾ എടുക്ക് സേതുട്ടാന്ന് പറയണം. അങ്ങനെ സേതു കോൾ എടുത്തു. കോൾ എടുത്തിട്ട് കഴിഞ്ഞപ്പത്തിന് സേതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു, അതെ ഞാനിപ്പോ ഒരു കാര്യം കാണിച്ചു തരാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കാണിച്ചു കൊടുക്കണം. ഇത് കണ്ടതും സേതു ഒന്ന് ഞെട്ടി. വലിയേട്ടാന്ന് അച്ചു പെട്ടെന്ന് വിളിക്കണം. മോളെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേന്ന് ചോദിക്കണം. ഇല്ല പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്ര എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, എടാ നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. നിനക്ക് ഞാൻ ലൊക്കേഷൻ മാപ്പ് ഇട്ട് തന്നിട്ടില്ലേ, എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറയണം. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിനും പല്ലു വേച്ചു, അല്ല സേതുവേട്ട വല്ലതും സംഭവിക്കുവോ? ആ ഇന്ദ്രൻ അവൻ നമ്മുടെ അച്ഛനും ഉപദ്രവിക്കുമെന്ന് ചോദിക്കുക. അങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക, നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം അച്ഛന് ആകെപ്പാടെ വെപ്രാളം വിഷമാണ്. അച്ഛൻ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. അതാണോ? ആ സമയം ഇന്ദ്രന്റെ കാറ് തൊട്ടടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം എടുത്ത് തരാലോ എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കണം. ഓ സോറി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇന്ദ്രൻ പോയി വെള്ളം എടുത്തോന്ന് അച്ഛന് കൊടുക്കുകയാണ്. കാരണം അച്ഛൻ അങ്ങനെ ഓടിപ്പോയാലോ എന്നൊരു പേടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കയ്യിലേക്ക് കയറി പിടിച്ചേ. വെള്ളം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. വെള്ളം കിട്ടിയല്ലോ, സമാധാനം, ഇയാൾ ഉപദ്രവിക്കാൻ വന്നല്ലെന്ന് തോന്നേ എന്നൊരു ചിന്ത അച്ഛന്റെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കാണ് നിലത്ത് കിടന്ന ഫോൺ റിങ് ചെയ്യുന്നേ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഡ്രൈവറുടെ ഫോണാണ്. അയാളെ ഇന്ദ്രൻ അടിക്കുന്ന സമയത്ത് ഫോൺ താഴെ പോയതായിരുന്നു. പിന്നീട് എന്നിട്ട് ഇന്ദ്രൻ ആ ഫോൺ അങ്ങോട്ട് എടുക്കുവാണ്. ആ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തേക്ക് ഒരു കോള് വരുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് പല്ലവിയും സേതുവും കൂടെ വരുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവരങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ ഓടിച്ചെന്ന് സേതുമാധവനെ കെട്ടിപ്പിടിക്കണം. മോളെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. എടാ ഇന്ദിര, നീ കളിച്ച് നീ ഇവിടെ കയറി കളിക്കാൻ തുടങ്ങിയില്ലേ, എന്റെ കുടുംബത്തിൽ കയറി, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അടിക്കുവാണ്. പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു, സേതു എനിക്ക് ദേഷ്യമാണെന്നുള്ള സത്യം തന്നെയാ. ഞാനും നിഖിലും തമ്മിൽ ബന്ധമുണ്ട്. ഈ വിവാഹം എനിക്ക് വേണ്ടിയിട്ടാണ് അവർ നടത്താൻ തന്നെ, എനിക്ക് വേണ്ടിയിട്ട്. പക്ഷെങ്കില് എന്നും പറഞ്ഞോണ്ട് ഞാൻ ഇവളെ തട്ടിക്കൊണ്ട് വന്നിട്ടൊന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടതും സേതു പറഞ്ഞു, കള്ളത്തരം പറയുന്നോടാ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കുകയാണ്. അപ്പോഴേക്കും അച്ചു അതിനിടയ്ക്കേക്ക് കയറി, അയ്യോ വലിയേട്ടാ ഒന്നും തല്ലുകയും ചെയ്യരുത്, ഇയാൾ എന്നെ രക്ഷിക്കുവതേ, എന്നെ തട്ടിക്കൊണ്ട് വന്ന് വേറൊരാളാന്ന് പറയണം. വേറൊരാളോ? അതെ. ഈ സമയം ഇന്ദ്രൻ പറഞ്ഞു, എടാ എനിക്ക് മേലെ വേറൊരു ശത്രു കൊണ്ടുവരാൻ നിനക്ക്. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? നിനക്ക് ഞാൻ മാത്രം ശത്രു ഉള്ളന്നോ? അതല്ലടാ, വേറെ ശത്രുക്കളൊക്കെ നിനക്കുണ്ട്. നീ ആ വഴിക്കൊന്നും അന്വേഷിച്ചില്ലല്ലേ, നീ എന്നെ മാത്രം സംശയിച്ചോളല്ലേ. നിനക്ക് ഇനിയിപ്പം വിശ്വാസം വരുന്നൊരു കാര്യം ചെയ്യും, ഇതൊരു ഫോണാണ്, ഇതാ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയി ഫോണാ, ഇതൊന്നും മേടിച്ച് നോക്ക്. ഇതിനകത്ത് അവർ അവസാന കോള് വന്നിട്ടുണ്ട്, ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്ക്. അപ്പോഴേ ശരിക്കും അറിയാൻ സാധിക്കും നിന്റെ യഥാർത്ഥത്തിലുള്ള ശത്രു ആരാന്ന് എന്ന് പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സേതു എന്തു ചെയ്യാൻ ആ ഫോൺ അങ്ങോട്ട് വാങ്ങി. ഫോൺ വാങ്ങിയിട്ട് അവസാനം വന്ന നമ്പറിലേക്ക് നോക്കണം. ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് പല്ലി പറഞ്ഞു, സേതുവേട്ടാ ഒന്നും വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ സേതു ആ നമ്പറിലേക്ക് ഡയൽ ചെയ്യുക. ഈ സമയത്ത് അങ്ങേ തലയ്ക്ക് ഋതുവായിരുന്നു. എത്ര സമയം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നേ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഒരു 2 മണിക്കൂറത്തേക്ക് അവളെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ മതി, പിന്നെ അതിനുശേഷം വൈകുന്നേരത്തോട് കൂടിയിട്ട് അവളെ വീട്ടിലേക്ക് എത്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശം കൊടുക്കുക. നിങ്ങൾ പറഞ്ഞ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കും, മാറ്റമൊന്നും ഇല്ലാന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഈ സൗണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അച്ഛനും മനസ്സിലായി ഇത് ഋതുവാന്നുള്ള കാര്യം. സേതുമാധവനും പല്ലവിക്കും ഒക്കെ മനസ്സിലായി. ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, അപ്പം ശത്രുക്കള് പാളയത്തിൽ തന്നെ ഉണ്ടല്ലേ, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലേ എന്ന് ചോദിക്കാം. കൊള്ളാരോടാ, ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരാണോടാ നിന്റെ കുടുംബത്തിലുള്ളേ? വെറുതെ അല്ല, നിന്റെ പെങ്ങള് തന്നെ നിനക്ക് ശത്രുവായിട്ട് വന്നല്ലോടാന്ന് പറയണം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോ
സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വെപ്രാളമായിപ്പോയി. പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു, ഇവളെ വേണമെങ്കിൽ എനിക്ക് ഈ നിമിഷം കൊണ്ടാവായിരുന്നു, പക്ഷെ ഞാൻ അത് ചെയ്തില്ല. എപ്പോഴാണെങ്കിലും എനിക്ക് വേണ്ടി തന്നെ ആടാ, അതിനു വേണ്ടി തന്നെ ഈ വിവാഹം പോലും നടക്കണേ. ഞാനും നിഖിലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ്. ഇന്ദ്രൻ പോയി കാറിലേക്ക് അങ്ങോട്ട് കയറുവാണ്. ഇന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അച്ചു പറഞ്ഞു, വലിയേട്ടാ എനിക്കറിയത്തില്ല അവൾ എന്തിനു വേണ്ടി ഇത് ചെയ്തേന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഒരു വല്ലാത്തൊരു ഷോക്കിൽ തന്നെയായിരുന്നു. ഋതു ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ. സേതു പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, അവൾ ഇത് ചെയ്ത് എന്തിനാന്ന് അറിയത്തില്ല. അവൾക്ക് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിവാഹം വേണ്ടെന്ന് വെക്കില്ലായിരുന്നോ? പിന്നെ അവൾ ഇതുപോലത്തെ ഒരു നാടകം കളിച്ച് എന്തിനാന്ന് ചോദിക്കാം. പല്ലേ പറഞ്ഞു, എന്നാലും സേതുവേട്ടാ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയണം. അച്ചു പറഞ്ഞു, വലിയേട്ടാ എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയണം. നീ വിഷമിക്കാതെ, ഞാൻ കൂടെ അവിടെ എല്ലാവരും കാത്തിരിക്കുവാന്ന് പറയണം. അങ്ങനെ അച്ഛനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം പൂർണ്ണിമ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. പൂർണ്ണിമ സ്വാതിയുണ്ട്. അങ്ങോട്ടേക്ക് ഋതു വന്നു. ഋതുവിനെ കണ്ടത് പൂർണ്ണിമ വെച്ചു, എന്തായി മോളെ കാര്യങ്ങള്, വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കാം. ഇല്ലമ്മേ, ഇനിയും നമ്മൾ അവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്ന മോശം. കാരണം ഇത്ര സമയം അച്ഛനെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അവളെ ആരോ തട്ടിക്കൊണ്ടു പോയതാന്ന് തോന്നേ, അല്ലെങ്കിൽ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെ, അമ്മ വിഷമിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണിമയെ ആശ്വസിപ്പിക്കുകയാണ്. അല്ല, അവൾക്കൊന്ന് ഫോണെങ്കിലും വിളിക്കായിരുന്നല്ലോ, അവൾ ഇതിനായിട്ടൊന്ന് വിളിക്കുകയോ പോലും ചെയ്തില്ലല്ലോ എന്ന് പറയാം. ഋതു പറഞ്ഞു, അത് ശരിയാ, അവൾക്കൊന്ന് ഫോണെങ്കിലും വിളിക്കായിരുന്നു, നമ്മളോടൊന്ന് പറയുമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ലമ്മേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇനിയിപ്പൊ കാത്തിരിക്കേണ്ടെന്ന്. അല്ല, ആ പല്ലവി അവള് പറഞ്ഞത് രക്ഷിച്ചോണ്ട് വരുമെന്നല്ലേ? അതൊക്കെ വെറുതെ പറയുന്ന അമ്മ അവളുടെ വാക്കൊക്കെ വിശ്വസിച്ചിരുന്നോളാൻ പറയാണ്. അങ്ങനെ അവള് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളെ വിളിക്കില്ലായിരുന്നു ചോദിക്കുക. ഈ സമയം ഋതുവിന്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ കടന്നു വരുവാണ്. തലേദിവസം എല്ലാവരും രാത്രി കിടന്ന് ഉറങ്ങണ സമയത്ത് ഋതു എന്ത് ചെയ്തു, അച്ഛൻ്റെ ഫോൺ പതുക്കെ എടുത്തു. ഫോൺ എടുത്തിട്ട് അതിനകത്തുനിന്ന് സിമ്മൂരിയിട്ട് തലയാണി കടി കൊണ്ടേ വെക്കുവാണ്. സുഖമായിട്ട് കിടന്നുറങ്ങി. നാളെ ഇവള് പോണ സമയത്ത് ആരെയും വിളിക്കരുത്, ആ ഒരു ചിന്തയായിരുന്നു അച്ഛൻ്റെ ക്രൂര മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് പിറ്റേ ദിവസം പതിവ് രാവിലെ ഒന്നും അറിയത്തില്ലാത്ത മട്ടി എഴുന്നേൽക്കുകയും ചെയ്തു. ഈ തിരക്കിനിടയ്ക്ക് അച്ചു ആണെങ്കിൽ ഫോൺ എടുത്ത് റേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ സിം ഉണ്ടോ അതൊക്കെ ആരും നോക്കിയത് കൂടി ഇല്ലായിരുന്നു. പിന്നീട് പൂർണ്ണിമ പറഞ്ഞു, അല്ല മോളെ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ നിൽക്കുക. അമ്മ ഇനിയിപ്പോ ആരെ എന്തിനു വിളിക്കാനാ, വിളിച്ചിട്ടൊരു കാര്യമില്ലെന്ന് പറയണം. അവൾ ഇനിയിപ്പോ വരാൻ പോകുന്ന എനിക്ക് തോന്നില്ല, വരത്തില്ല എന്ന് പറയണം. അങ്ങനെ അച്ഛനെ കുറിച്ച് ഋതു പറയാനായിട്ടൊരു കാരണമുണ്ട്. ഋതുവിന്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം കൂടെ വരുവാണ്. ഡ്രൈവറെ പോയി കണ്ടേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം, മണ്ഡപത്തിൽ വന്നതിന് ശേഷം ഋതു ഇടയ്ക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് ആ ഡ്രൈവറെ കാണാനായിട്ടായിരുന്നു. പിന്നീട് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. അയ്യോ, അത് പിന്നെ പെങ്ങളെ, നിങ്ങളുടെ സഹോദരി അല്ലേ അത്, സഹോദരനെ തട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞാൽ അവളുടെ കല്യാണം കൂടെ അല്ലേ, നിങ്ങളോട് പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി, പറഞ്ഞു കേട്ടല്ലോ, അതനുസരിക്കുവാണെങ്കിൽ അതിനുള്ള ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് ബാഗിനകത്തുനിന്ന് കുറെ പണം എടുത്ത് കാണിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് മൊത്തം നിങ്ങൾക്കായിരിക്കും ഈ പ്ലാൻ സക്സസ് ആയെങ്കിൽ. അല്ലാതെ ഇത് പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പൈസ പോലും കിട്ടത്തില്ല. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കണം. ഓർമ്മയുണ്ടെന്ന് പറയാണ്. അതും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോകുന്നേ. ഈ സമയമല്ല, ഋതു ഇവരുടെ ഇടയ്ക്ക് നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൂർണ്ണിമയുടെ സ്വാതിയുടെ എല്ലാം ഇടയ്ക്ക് കിടന്നിട്ട് അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു കോള് വരുന്നുണ്ട് ഋതുവിന്. ഋതു ആ കോളുമായിട്ട് മാറുന്നപ്പോഴത്തേനും ഡ്രൈവർ പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് മാഡം, ആളെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ മാഡം പറയുന്നത്ര സമയം അവളിവിടെ ഉണ്ടായിരിക്കും. ഇത് കേട്ട ഋതു പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതിനുശേഷം പൊന്നുമടത്തിൽ എത്തിച്ചേക്കാം മാഡം, പണം അങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും. അങ്ങനെ തിരിയുമ്പോഴത്തേനും സ്വാധീനെ കണ്ടു. സ്വാതി ചേച്ചി, ആരാ? അച്ചു ചേച്ചിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയതാണെന്ന് ചോദിക്കും. ഇല്ല, ഇത് വേറെ എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയാണ്. ഇനിയിപ്പം അവളെ കുറിച്ച് പെട്ടെന്ന് വിവരം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. അല്ലെ കല്യാണം മുടങ്ങുന്ന നല്ലത്. കല്യാണം മുടങ്ങുവാണെങ്കിൽ സേതുമാധവൻ വീട്ടിൽ നിന്ന് പോയിക്കൊള്ളുമല്ലോ, അതോടുകൂടി സേതുവിന്റെ ശല്യം തീരും. വിൽപത്രത്തിൽ പിന്നെ അവനൊരു അവകാശം ഇല്ലാതാവും. അങ്ങനെയാണ് രക്ഷപ്പെട്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ സ്വാതിക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നി. ഋതു ചേച്ചി എന്തെങ്കിലും പ്ലാൻ ഇട്ടാണെന്ന് അറിയത്തില്ല. പിന്നീട് ഋതു വന്ന് ഒന്നും അറിയത്തില്ലാത്തിട്ട് അഭിനയിച്ച് നിൽക്കുകയാണ്. പൂർണ്ണിമയ്ക്കാണ് ആകെപ്പാടെ വിഷമാണ്. ഇനി കുറച്ച് സമയം കൂടെ മാത്രം ബാക്കിയുള്ളൂ. അതിനുള്ളിൽ തന്നെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം സത്യങ്ങൾ അറിയാൻ പോവാ. അവരൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും, അതൊക്കെ ചിന്തിച്ചപ്പോൾ തനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അപ്പോഴാണ് സേതുവിന്റെ വണ്ടി അങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. സേതു അതിനകത്തുനിന്ന് ഇറങ്ങി. പിന്നീട് ഇറങ്ങണേ പല്ലവി. അതിനുശേഷം അച്ചു ഇറങ്ങുവാണ്. അച്ചുവിനെ കണ്ടതും ഒരു നിമിഷം പ്രേതത്തെ കണ്ടൊരവസ്ഥയായിപ്പോയി അവൾക്ക്. ഋതു ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല. അച്ചു അവളെങ്ങനെ രക്ഷപ്പെട്ടു വന്നു, ഒന്നും ഒരു എത്തും പിടിയും കിട്ടിയില്ല.
അങ്ങനെ അച്ഛൻ്റെ കൈ പിടിച്ച് സേതു അങ്ങോട്ട് വരുന്നുണ്ടപ്പത്തിന് പൂർണ്ണിമയ്ക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ മോളെ, കണ്ടോ അച്ഛൻ അവളെ കൊണ്ടിരുന്ന കണ്ടോ, നീ അല്ലേ ഋതു പറഞ്ഞത് അവള് വരത്തില്ല എന്ന് പറഞ്ഞേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പൂർണ്ണിമ വെച്ചിട്ട് മോളെ നീ ഇത് എത്ര സമയം എവിടെയായിരുന്നു, എത്ര സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു പറയാണ്. അമ്മേ അത് കുറച്ചു പേരെ തട്ടിക്കൊണ്ടു പോയെന്ന് പറയാണ്. തട്ടിക്കൊണ്ടുപോയ ആരാ മോളെ ചെയ്തേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സേതു പറഞ്ഞു, അതിനിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ശത്രുക്കളല്ലേ ചുറ്റുമുള്ളത്, ചിലപ്പോൾ അത് പുറത്തുനിന്നുള്ളവരാവും, ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ളവരാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലരൊക്കെയായിരിക്കും ഇതിന് പിന്നെ പ്രവർത്തിക്കുന്നത്. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിയില്ലാത്ത കാലമല്ലേ പൂർണ്ണിമേ. അതുകൊണ്ട് ആരെ ഇന്നത്തെ കാലത്ത് വിശ്വസിച്ചുകൂടാ, ആരെപ്പോഴാ കൂടത്ത് നിന്നിട്ട് കാല് വരുന്ന പറയാൻ പറ്റില്ലെന്ന് പറയണം. അല്ല സേതു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ, എന്തൊക്കെയത്, ആരെ തട്ടിക്കൊണ്ടുപോയത്. അപ്പോഴേക്കും പ്രതാപനും കൂടെ എങ്ങോട്ട് വന്നു. ഈ സമയം സേതു പറഞ്ഞു, അതെ പൂർണ്ണാമ്മ ഇനി വിഷമിക്കൊന്നും വേണ്ട, അച്ഛനെ തിരികെ കിട്ടിയില്ല ജീവനോട് കൂടിയിട്ട്, ആ കാര്യത്തിൽ പൂർണ്ണാമ്മ വിഷമിക്കണ്ടെന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞു, അതെ മോളം കൂടി ചെല്ലാൻ പറയാണ്. ഒരു നിമിഷം അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സേതുവിനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.